Friends, welcome to Research Methodology. Today let us discuss scientific methods in research. So what is a scientific method? A scientific method means pursuit of truth as determined by logical consideration. Pursuit of truth, സത്യത്തിനെ പിന്തുടരൽ, സത്യത്തിനെ കണ്ടെത്തൽ. How? As determined by logical consideration, യുക്തി തീരുമാനിക്കുന്ന വഴികളിലൂടെ. അപ്പോൾ സയൻറ്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിപരമായ രീതിയിൽ സത്യത്തിനെ കണ്ടെത്തലാണ്. ആൻഡ് ഇൻ ദിസ് സയൻറ്റിഫിക് മെത്തേഡ് വി ആർ ട്രൈയിങ് ടു അച്ചീവ് ദ ഐഡിയൽ ബൈ എക്സ്പെരിമെൻറ്റേഷൻ, ഒബ്സർവേഷൻ, ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് ഫ്രം ദി അക്സെപ്റ്റഡ് പോസ്റ്റുലേറ്റ്സ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ് ത്രീ ഇൻ വേരിയിങ് പ്രൊപ്പോർഷൻസ്. വാട്ട് വി ആർ ട്രൈയിങ് ഇൻ എ സയൻറ്റിഫിക് മെത്തേഡ്, ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്? അച്ചീവിങ് ദ ഐഡിയൽ, അച്ചീവിങ് ദ റൈറ്റ് വേ, അച്ചീവിങ് ദ ട്രൂത്ത്, ശരിയായ വഴി കണ്ടെത്തൽ, സത്യത്തിനെ കണ്ടെത്താനാണ് നമ്മളവിടെ പരിശ്രമിക്കുന്നത്. ബട്ട് ഹൗ, എങ്ങനെ കണ്ടെത്താനാണ്? ദറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ത്രൂ എക്സ്പെരിമെൻറ്റേഷൻ, ഒബ്സർവേഷൻ, ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് from accepted postulates. Accepted postulates means what? The assumptions that we created for our research. നമ്മുടെ റിസർച്ചിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത അസംഷൻസിനെയാണ് ഇവിടെ പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പോസ്റ്റുലേറ്റ്സിൽ നിന്ന് സത്യത്തിനെ കണ്ടെത്തൽ. ഹൗ? ബൈ എക്സ്പെരിമെൻറ്റേഷൻ, പരീക്ഷണങ്ങളിലൂടെ, ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങളിലൂടെ, ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ്, യുക്തിപരമായ സംവാദങ്ങളിലൂടെ, ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ് ത്രീ ഇൻ വേരിയിങ് പ്രൊപ്പോർഷൻസ്. ഇത് മൂന്നിൻ്റെയും കോമ്പിനേഷൻസ് ഉപയോഗിച്ചുകൊണ്ട്. സോ വാട്ട് ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ്? ഇറ്റ് ഈസ് അച്ചീവിങ് ദ ഐഡിയൽ ഫ്രം ദി അക്സെപ്റ്റഡ് പോസ്റ്റുലേറ്റ്സ്. അക്സെപ്റ്റഡ് പോസ്റ്റുലേറ്റ്സിൽ നിന്ന്, അസംഷൻസിൽ നിന്ന് റൈറ്റ് വേ അല്ലെങ്കിൽ ട്രൂത്തിനെ കണ്ടെത്തുകയാണ് നമ്മളൊരു സയൻറ്റിഫിക് മെത്തേഡിൽ ചെയ്യുന്നത്. ആൻഡ് ദ വേ ഫോർ ഫൈൻഡിങ് ദാറ്റ് ദ ഐഡിയൽ ഈസ് എക്സ്പെരിമെൻറ്റേഷൻ, ഒബ്സർവേഷൻ, ലോജിക്കൽ ആർഗ്യുമെൻറ്റ് ഓർ കോമ്പിനേഷൻ ഓഫ് ദീസ് ത്രീ ഇൻ വേരിയിങ് പ്രൊപ്പോർഷൻസ്. Then the next question comes. What is a scientific research? Or when we can call a research as a scientific research? ഒരു റിസർച്ചിനെ നമുക്ക് എപ്പോൾ ഒരു സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയാനായിട്ട് സാധിക്കും? A research can be termed as a scientific research when it must be based on gathering observable, empirical, measurable evidence subject to specific principles of reasoning. It must be based on what? Evidence. തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു റിസർച്ച് ആയിരിക്കണം സയൻറ്റിഫിക് റിസർച്ച്. ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് എവിഡൻസ്? ഏത് തരത്തിലുള്ള എവിഡൻസ് ആണ്? ദാറ്റ് ഷുഡ് ബി ഒബ്സർവബിൾ, എംപിരിക്കൽ മീൻസ് വെരിഫയബിൾ, ആൻഡ് മെഷറബിൾ, സബ്ജക്റ്റ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് റീസണിങ്. യുക്തിയുടെ അടിസ്ഥാനത്തിൽ, യുക്തിയുടെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്ന, നിരീക്ഷിക്കാൻ സാധിക്കുന്ന, വേരിഫൈ ചെയ്യാൻ സാധിക്കുന്ന, മെഷർ ചെയ്യാൻ, അളക്കാൻ സാധിക്കുന്ന എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം ഒരു റിസർച്ച്. അങ്ങനെയാണെങ്കിൽ ആ റിസർച്ചിനെ നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കും? ഒരു സയൻറ്റിഫിക് റിസർച്ച് എന്ന് പറയാനായിട്ട് സാധിക്കും. ആൻഡ് a scientific research always satisfies two characteristics. ഒരു സയൻറ്റിഫിക് റിസർച്ച് എപ്പോഴും രണ്ട് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ ഈസ് വാലിഡിറ്റി ആൻഡ് അനദർ വൺ ഈസ് റിലയബിലിറ്റി. സോ വാട്ട് ഈസ് ദിസ് വാലിഡിറ്റി? Characteristics of the validity. Characteristics of the validity means it allows to measure what the researcher claims to measure. അതായത് ഒരു റിസർച്ചിൽ ഒരു റിസർച്ചർ മെഷർ ചെയ്തു, അളന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മെഷർ ചെയ്ത ഡാറ്റ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ആ ഡാറ്റയുടെ മെഷർമെൻറ്റിൻ്റെ വാലിഡിറ്റി എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് വീണ്ടും മെഷർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, വാലിഡിറ്റി എന്ന് പറയാം. അപ്പോൾ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് മെഷറിങ് ദ വാലിഡിറ്റി ഓഫ് വാട്ട് ദ റിസർച്ചർ ക്ലെയിംസ് ടു മെഷർ. റിസർച്ചർ മെഷർ ചെയ്തു എന്ന് പറഞ്ഞതിൻ്റെ വാലിഡിറ്റിയെ മെഷർ ചെയ്യുക, അതിനെയാണ് ഇവിടെ വാലിഡിറ്റി ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക് ഈസ് റിലയബിലിറ്റി. Reliability means what? It allows others to repeat the same research and test the methods and conclusions of our findings. അതായത് നമ്മൾ നടത്തിയ റിസർച്ചിൻ്റെ മെത്തേഡ്സും അതിൻ്റെ റിസൾട്ടുമൊക്കെ നമ്മളെന്താണ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിനെ റിപ്പീറ്റ് ചെയ്തിട്ട്, ആ റിസർച്ചിനെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത മെത്തേഡ് ശരിയാണോ, നമ്മളുടെ കൺക്ലൂഷൻ ശരിയാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം എപ്പോഴും ഒരു സയൻറ്റിഫിക് റിസർച്ച് ഓപ്പൺ ചെയ്തിരിക്കും എന്ന് പറയുന്നു. സോ 2 ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദെയർ, വാലിഡിറ്റി ആൻഡ് റിലയബിലിറ്റി. ആൻഡ് ദ നെക്സ്റ്റ് പാർട്ട് ഈസ് വാട്ട് ആർ ദ ബേസിസ് ഓഫ് എ സയൻറ്റിഫിക് മെത്തേഡ്. ഒരു സയൻറ്റിഫിക് മെത്തേഡിൻ്റെ ബേസിസ് എന്തൊക്കെയാണ്, അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് റിലയൻസ് ഓൺ എവിഡൻസ്. വൈൽ വി ഡിസ്കസിങ് ദ മീനിങ് ഓഫ് സയൻറ്റിഫിക് റിസർച്ച്, വാട്ട് ഈസ് ദ കണ്ടീഷൻ ദെയർ? ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എവിഡൻസ്. നമ്മൾ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ മീനിങ് ഡിസ്കസ് ചെയ്ത സമയത്ത് അവിടെ കണ്ടു, അവിടെ ഒരു ബേസിക് കണ്ടീഷൻ വന്നു, അത് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. സോ ഹിയർ ദ ഫസ്റ്റ് ബേസിസ്. അപ്പോൾ ഒന്നാമത്തെ ബേസായിട്ട് ഇവിടെ പറയുന്നത് എന്താണ്? റിലയൻസ് ഓൺ എവിഡൻസ്. എ റിസർച്ച്, ഇറ്റ്സ് കൺക്ലൂഷൻസ് ഓർ ഫൈൻഡിങ്സ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എവിഡൻസ്. ഒരു റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് എപ്പോഴും എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം? ഡാറ്റയുടെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം, എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. And the second base is use of concepts. Use of concepts. Concepts means what? Logical construct we developed from our sensory impressions for thinking and communication. നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചൊരു പൊതുധാരണ, ലോജിക്കൽ കൺസ്ട്രക്റ്റ്, യുക്തിപരമായ ഒരു ധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ അവർ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ് ആൻഡ് ലോജിക്കൽ കമ്മ്യൂണിക്കേഷൻ. യുക്തിപരമായി ചിന്തിക്കുന്നതിന് വേണ്ടിയും യുക്തിപരമായി ആശയവിനിമയം നടത്തുന്നതിന് വേണ്ടിയും. അതിനെയാണ് നമ്മളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. വൺസ് അഗെയിൻ, എന്താണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ ലോജിക്കൽ കൺസ്ട്രക്റ്റ് ദാറ്റ് വി ഡെവലപ്ഡ് ഫ്രം അവർ സെൻസറി ഇംപ്രഷൻസ് ഫോർ ലോജിക്കൽ തിങ്കിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. യുക്തിപരമായി ചിന്തിക്കാനും ആശയവിനിമയം നടത്താനുമൊക്കെ നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു പൊതുധാരണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെയാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ ദ സെക്കൻഡ് ബേസ് ഓഫ് എ സയൻറ്റിഫിക് മെത്തേഡ് ഈസ് ഓൾവൈസ് ദിസ് മെത്തേഡ് യൂസസ് കോൺസെപ്റ്റ്സ്. സയൻറ്റിഫിക് മെത്തേഡിൽ നമ്മൾ എപ്പോഴും കോൺസെപ്റ്റുകൾ ഉപയോഗിക്കും എന്ന് പറയുന്നു. ആൻഡ് ദ തേർഡ് ബേസ് ഈസ് കമ്മിറ്റ്മെൻറ്റ് ടു ഒബ്ജക്റ്റിവിറ്റി. Commitment to objectivity means a research should be based on pure data. That means data that cannot manipulated by the likes and dislikes of the researcher. ഒരു റിസർച്ചിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡാറ്റ എന്തായിരിക്കണം? പ്യുവർ ഡാറ്റ ആയിരിക്കണം. ഡാറ്റ പ്യുവർ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ദറ്റ് ഈസ് നോട്ട് മാനിപ്പുലേറ്റഡ് ബൈ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് ദ റിസർച്ചർ. റിസർച്ചർക്ക് അയാളുടെ ഇഷ്ടപ്രകാരം ചില ഡാറ്റകളെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത ഡാറ്റകളാവാൻ പാടില്ല. പ്യുവറായിട്ടുള്ള ഡാറ്റകളുടെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം റിസർച്ച് എന്ന് പറയുന്നു. അതിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്? കമ്മിറ്റ്മെൻറ്റ് ടു ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്.
And the fourth base is ethical neutrality. Always science keeps an ethical neutrality. Means what? Never a science tells what is good or what is bad. It only gives a normative truth. സയൻസ് എപ്പോഴും സത്യം എന്താണെന്ന് പറയുക എന്നുള്ളതല്ലാതെ അത് ചെയ്യുന്നതാണ് ശരി, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെയൊന്നും പറയാറില്ല. ശരിയും തെറ്റും പറയുക എന്നുള്ളത് സയൻസിൻ്റെ വിഷയമല്ല. ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറകിലുള്ള സത്യം എന്താണ്, അത് മാത്രമാണ്. ദ ട്രൂത്ത് ഓൺലി ഇറ്റ് റിവീൽസ്. സത്യം മാത്രം പറയും. ബട്ട് കൺസേൺ ടു ദ എത്തിക്സ് ഇറ്റ് കീപ്സ് വാട്ട് എ ന്യൂട്രാലിറ്റി. ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യും. The fifth base is generalization. What is generalization? Scientists are not bothered about, they are not interested about isolated events, but always they are interested the commonality behind series of events. ശാസ്ത്രജ്ഞർ ഒറ്റപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചല്ല ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ചല്ല പഠിക്കാൻ പരിശ്രമിക്കുക. പിന്നെയോ ദ കോമണാലിറ്റി ബിഹൈൻഡ് സീരീസ് ഓഫ് ഇവൻറ്റ്സ്. റിപ്പീറ്റ് ചെയ്തു വരുന്ന ഇവൻറ്റുകളുടെ പിറകിലുള്ള കാരണം എന്താണ്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് നമ്മളൊരു സയൻറ്റിഫിക് മെത്തേഡിൽ അല്ലെങ്കിൽ സയൻറ്റിഫിക് റിസർച്ച് ചെയ്യുന്നത്. അതാണ് ഇവിടെ ജനറലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് വൺ ഈസ് വെരിഫയബിലിറ്റി. ഇൻ എ സയൻറ്റിഫിക് റിസർച്ച് ഓൾവൈസ് ദ മെത്തേഡ്സ്, findings and conclusions revealed to others to repeat the research in order to verify the validity. ഒരു സയൻറ്റിഫിക് റിസർച്ചിൽ നമ്മൾ പിന്തുടർന്ന മെത്തേഡുകൾ, അതുപോലെ തന്നെ നമ്മളുടെ ഫൈൻഡിങ്സ്, നമ്മളുടെ കൺക്ലൂഷൻസ് എന്താണ് എന്നൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടാവും. എന്തിനു വേണ്ടി? അതേ റിസർച്ച് വീണ്ടും ചെയ്ത് നമ്മൾ ചെയ്ത റിസർച്ചിൻ്റെ ഒരു വാലിഡിറ്റി മെഷർ ചെയ്യാൻ. സോ ദാറ്റ് ഈസ് വെരിഫയബിലിറ്റി. And the last base of a scientific research is logical reasoning. Always this research, or in this research process, we are following what? Logical reasoning. ഒരു യുക്തിഭദ്രമായ രീതിയിലായിരിക്കും നമ്മളെപ്പോഴും റിസർച്ച് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ റിസർച്ച് പ്രോസസ്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? യുക്തിയായിരിക്കും എന്ന് പറയുന്നു. സോ ദിസ് ആർ ദ ബേസിസ് ഓഫ് എ സയൻറ്റിഫിക് റിസർച്ച്.